ഓക്കെ, നമുക്ക് ക്ലാസ് എടുക്കാം അല്ലേ? ദീപാവലിയിലെ ലെസൺ ആണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തത് അല്ലേ? ദീപാവലി എന്നുള്ള ലെസൺ എടുത്തു അല്ലെ, കവിത എടുത്തു. അതില് മിസ് ഗ്രൂപ്പിൽ ഇട്ടുതന്നാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണില്ല. മിസ് പറഞ്ഞുതരാം. വേർഡ് മീനിങ്, ശബ്ദാർത്ഥ് അല്ലെ, ശബ്ദാർത്ഥ വേർഡ് മീനിങ് നോക്കുക. പേജ് നമ്പർ 25. പേജ് നമ്പർ 25, ശബ്ദാർത്ഥ വേർഡ് മീനിങ്. കാർത്തിക് മാസ്, നെയിം ഓഫ് എ ഹിന്ദി മന്ത്. വായിക്കാൻ കിട്ടുന്നില്ലേ? കാർത്തിക് മാസ്. അമാവാസ്, അമാവാസ്, അമാവാസി എന്ന് പറയുന്നത് അല്ലെ. പരംധാം, ലക്ഷ്മി പൂജൻ, പ്രയർ ടു ഗുഡസ് ലക്ഷ്മി. ബധായിയ, കൺഗ്രാജുലേഷൻ. ഉജലാന, ലൈറ്റൻ അപ്പ്. സ്വാഗത്, വെൽക്കം. ഗാഥ, ടെയിൽ. നിർവാൺ ദിവസ്, ഡേ ഓഫ് നിർവാണ. സിഖ് ബന്ധു, ദ സിഖ്. അന്ധകാർ, ഡാർക്ക്നെസ്. ഇത്രയുമാണ് ശബ്ദാർത്ഥ വേർഡ് മീനിങ് ഉള്ളത് അല്ലേ? എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, नेक्स्ट निम्नलिखित प्रश्नों के उत्तर लिखिए. निम्नलिखित प्रश्नों के उत्तर लिखिए. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാ? ആൻസർ എഴുതുക അല്ലേ? ഓക്കെ, ദീപാവലി കബ് ആത്തി ഹേ. ദീപാവലി എപ്പോഴാണ് ഉണ്ടാകുന്നത്? ദീപാവലി എപ്പോഴാണ് വരുന്നത്? ദീപാവലി കബ് ആത്തി ഹേ. ദീപാവലി എപ്പോഴാണ് വരുന്നത്? കാർത്തിക മാസമേ അമാവസ്ക അല്ലെ. കാർത്തിക മാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ഉണ്ടാകുന്നത് അല്ലെ. കാർത്തിക മാസമേ അമാവസ്ക. ഓക്കെ, ദീപാവലി കെ ദിൻ ലോഗ് ക്യാ ബണ്ട്താ ഹേ. എന്താണ് ആ ദീപാവലി ദിവസം ജനങ്ങൾ ചെയ്യുന്നത്? എന്താണ് ഷെയർ ചെയ്യുന്നത്? മേവേ ഔർ ഘീൽ ബദാശേ. സ്വീറ്റ് അല്ലെ, മധുരമുള്ള പലഹാരങ്ങള് അല്ലെ, കേക്ക് അങ്ങനെയുള്ളതൊക്കെ ഷെയർ ചെയ്യുന്നു അല്ലെ. തേർഡ് ക്വസ്റ്റ്യൻ, 14 വർഷ വൻ മേ ബിതാക്കർ രാം കഹാമായേ. 14 വർഷം വനത്തിൽ താമസിച്ചിട്ട് രാമൻ എവിടേക്കാണ് വന്നത്? രാം അയോധ്യാമേം ആയേ. രാം അയോധ്യാമേം ആയേ. ഗുരു ഗോവിന്ദ് സിംഹ് കിസ് ദിൻ ജയിൽ സെ മുക്ത ഹുയേ തേ. ഗുരു ഗോവിന്ദ് സിംഹ് ഏത് ദിവസമാണ് ജയിൽ മോചിതനായത്? ദീപാവലി കാ ദിൻ അല്ലെ. അതുകൊണ്ടാണ് ദീപാവലി ദിവസം നിർവാൺ എന്ന് പറയപ്പെടുന്നത്. നിർവാൺ ദിവസം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അല്ലെ. അല്ലെ, ഗുരു ഗോവിന്ദ് സിംഹ് ഏത് ദിവസമാണ് ജയിൽ മോചിതനായത്? ദീപാവലി കാ ദിൻ. അതുപോലെ ദയാനന്ദ സ്വാമിയുടെ നിർവാൺ ദിവസവുമാണ് അന്നെന്ന് പറയപ്പെടുന്നുണ്ട് അല്ലെ. നിർവാൺ ദിവസ്. ആ 4 ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? 4 ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? ഓക്കെ, रिक्त स्थान की पूर्ति कीजिए. नेक्स्ट क्वेश्चन, रिक्त स्थान की पूर्ति कीजिए. रिक्त स्थान की पूर्ति कीजिए. फिल इन द ब्लैंक्स. 14 वर्ष डैश. 14 वर्ष डैश. ആ കവിതയിൽ നിന്ന് വരെ എടുത്ത് എഴുതുക. ബിതാക്കർ വൻമേം.
14 वर्ष बिताकर वन में. എന്താണ് 14 വർഷം അവിടെ ഉണ്ട്. ബാക്കി എന്താ എഴുതേണ്ടത്? 14 വർष बिताकर वन में. നെക്സ്റ്റ് എന്താണ്? രാം ഡേഷ്. രാം ഡേഷ്. രാം അയോധ്യ ആയേ. രാം അയോധ്യ ആയേ. जनता ने डैश. जनता ജോയൽ കേൾക്കുന്നില്ലേ? जनता ने डैश उनके स्वागत में. उनके स्वागत में घी के डैश दीप जलाए. पेज नंबर 26. पेज नंबर 26. കണ്ടോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 14 वर्ष डैश. എന്താണ്? 14 वर्ष बिताकर वन में राम अयोध्या आए. जनता ने उसके स्वागत में घी के दीप जलाए. 14 വർഷം 14 വർഷം കാട്ടിൽ വനവാസം അനുഷ്ഠിച്ച് തിരിച്ചു വന്ന ശ്രീരാമനെ അയോധ്യയിൽ സ്വീകരിച്ചു. എങ്ങനെ സ്വാഗതം ചെയ്തത്? നെയ്യ് ഉപയോഗിച്ച്. ഘീക്കെ ദീപ് ജലായേ. നെയ്യ് ഉപയോഗിച്ച് വിളക്കുകൾ, ദീപങ്ങൾ കത്തിച്ചു വെച്ചിട്ടാണ് ശ്രീരാമനെ സ്വാഗതം ചെയ്തത് എന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, യഹ് കവിത ഹമേ ക്യാ പ്രേരണ ദേത്തി ഹേ. ഈ കവിത നമുക്ക് എന്ത് പ്രേരണയാണ് തരുന്നത്? ഈ കവിതയിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്? അന്ധകാർക്കോ ദൂർ ഭഗാനേക പ്രേരണ ദേത്തി ഹേ. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഇരുട്ടിനെ ഇല്ലാതാക്കുക, അല്ലെ? വെളിച്ചം പകരുക. ദീപാവലി എന്നുള്ളതിന്റെ ലക്ഷ്യം തന്നെ അതാണ്. എന്താണ്? വെളിച്ചം പകരുക, അല്ലെ? വെളിച്ചമാകുമ്പോ സന്തോഷാണ്, അല്ലെ? അപ്പൊ അന്ധകാർക്കോ എല്ലാവരുടെയും മനസ്സിലുള്ള ഇരുട്ടിനെ ഒഴിവാക്കുക, വെളിച്ചം പകരുക. അന്ധകാർക്കോ ധൂർ ഭഗാനേക പ്രേരണ ദേത്തി ഹേ. ക്ലിയർ ആയോ? ഫോർത്ത് ക്വസ്റ്റ്യൻ, നിമ്നലിഖിത ശബ്ദോं को वाक्यों में प्रयोग कीजिए. താഴെ കൊടുക്കുന്ന ശബ്ദങ്ങൾ വാക്യത്തിൽ പ്രയോഗിക്കുക. അമാവസ്. ഒന്നാമത്തെ വേണ്ടതാണ് അമാവസ്. നമുക്ക് അതിന്റെ എന്ത് സെന്റൻസ് എഴുതാം? അമാവസ് മാസമേ ദീപാവലി ആത്തി ഹേ. അമാവസ് മാസത്തിലാണ് എന്താണ് ദീപാവലി ഉള്ളത്, അല്ലെ? ജഗ്മഗ്. ജഗ്മഗ് എന്ന് പറഞ്ഞാല് മിന്നി തിളങ്ങുക. ദീപ് ജഗ്മഗ് കർത്തി ഹേ. ദീപം, വിളക്കുകളെ മിന്നിക്ക് തിളങ്ങുന്നു. സ്വാഗത്. സ്വാഗതം മീൻസ് സ്വാഗതം ചെയ്യുക. ജനതാനെ ശ്രീരാം കോ സ്വാഗത് കർത്തേ ഹേ. അവിടെ ജനങ്ങളെ ശ്രീരാമനെ സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് ദിവസ്. ദിവസ് എന്ന് പറഞ്ഞാൽ ദിവസം. ഏക് ദിൻ ഉൻകാ നിർവാൺ ദിവസ് കഹലായ. ഈ ദിവസം അദ്ദേഹത്തിന്റെ നിർവാൺ ദിവസ് എന്നറിയപ്പെടുന്നു. പർവ്. പർവ് മീൻസ് ഫെസ്റ്റിവൽ, ഉത്സവം. യഹ് ദീപ് പർവ് ഹേ. ഇതൊരു ദീപം കൊണ്ടുള്ള ഉത്സവമാണ്, ഫെസ്റ്റിവൽ ആണ്. യഹ് ദീപ് പർവ് ഹേ. അങ്ങനെ സെന്റൻസ് ആക്കിയ വാക്യത്തെ പ്രയോഗിക്കാനാണ് പറഞ്ഞത്. ഇനി ഏറ്റവും ലാസ്റ്റ് പേജ് നമ്പർ 26 ലാസ്റ്റ് ഒരു പാരഗ്രാഫ്, അല്ലെ? ഒരു 2 പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ, അല്ലെ? ആയേ സീഖേ. ഈസ് കവിത സെ നിബന്ധ ലിഖിയേ. ഈ കവിതയിലുള്ള നിബന്ധ. നിബന്ധ മീൻസ് പ്രബന്ധം. എന്താണ്? ദീപാവലി. ദീപാവലിയെ കുറിച്ച് നിങ്ങൾ കുറച്ച് സെന്റൻസ് പഠിച്ചു വെക്കുക. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഫുള്ള് എഴുതി നോട്ടിലേക്ക് എഴുതാൻ വേണ്ടി, ഭംഗിയായിട്ട് എഴുതാൻ വേണ്ടി മിസ് നേരത്തെ പറഞ്ഞു കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ആൻഡ് വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ വാക്യത്തിൽ പ്രയോഗിക്കൂലെ, അതുപോലെ തന്നെ ഈ ദീപാവലിനെ കുറിച്ചുള്ള പാരഗ്രാഫും ആണ് നോട്ടിൽ വേണ്ടത്. ബാക്കിയെല്ലാം ടെക്സ്റ്റിൽ. ഓക്കെ.
ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെയുള്ളതൊക്കെ ടെക്സ്റ്റിലാണ് വേണ്ടത്. ദീപാവലി അതൊന്ന് മിസ് പറഞ്ഞുതരാം അതിന്റെ മീനിങ് എന്താണ്. ദീപാവലി നോക്ക്, कार्तिक के महीने में अमावस्या की रात को दीपावली आती है. കാർത്തിക മാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ഉണ്ടാകുന്നത്. സാരി രാത് ഘർ ഘർ മേ ദീപ് ജലായേ ജാത്തെ ഹേ. രാത്രി മുഴുവനും എല്ലാ വീടുകളിലും എന്ത് ചെയ്യുന്നു? വിളക്കുകള് കൊളുത്തി വെക്കുന്നു. ഉസ് ദിൻ ഖീൽ ബദാശേ और മേവേ മിഠായിയാം ബഡ്തി ഹേ. ആ ദിവസം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? മധുരപലഹാരങ്ങൾ, കേക്ക്, അങ്ങനെയുള്ള ഇതൊക്കെ സ്വീറ്റ്സ് ഒക്കെ വിതരണം ചെയ്യുന്നു. ഫുൽझड़ियां अनार और रॉकेट उड़ते हैं, पटाखे छोड़े जाते हैं, तथा लोग ढोल व ताशे और अन्य बाजे भी बजाते हैं. ചിലവര് എന്താണ് പടക്കം പൊട്ടിച്ച് കളിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ ഗെയിമില് ഏർപ്പെടുന്നു. പിന്നെന്താ പറഞ്ഞത്? उस दिन लोग दीपावली की बधाई देने एक दूसरे के घर जाते हैं. അതിനുശേഷം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ദീപാവലിയുടെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി ഓരോരുത്തരും മറ്റുള്ളവരുടെ വീടുകളിലേക്ക് പോകുന്നു. ആഖിർ ഇത്നി ജഗ്മഗ് ക്യോം ഹോത്തി ഹേ. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിനാണ് ഇത്രയും തിളക്കം? ക്യോം ദീപാവലി പർവ് ആതാ ഹേ. എന്തിനാണ് ദീപാവലിയുടെ ഉത്സവം ആഘോഷിക്കുന്നത് മനസ്സിലായിട്ടുണ്ടോ? ഇസ്ലിയേക്ക് അതിനാണ് പറയുന്നത് 14 വർഷ വൻ में बिताकर ശ്രീരാം അയോധ്യ ആയേ थे. 14 വർഷം വനവാസം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമൻ എപ്പോഴാണോ അയോധ്യയിലേക്ക് വന്നത്, ലോകം ने उनके स्वागत में घी के दिए जलाए थे. ജനങ്ങളെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നെയ്യ് ഉപയോഗിച്ച് വിളക്കുകൾ കൊളുത്തിയിരുന്നു. അതുപോലെ തന്നെ ഇത് ഒരു കഥയായിട്ട് മനസ്സിലാകും. ദീപാവലിയുടെ ഉദ്ദേശം, ദീപാവലിയുമായി ബന്ധപ്പെട്ട ഒരു പൗരാണിക കഥ അതായിരുന്നു. വേറെ എന്താണ് രണ്ടാമത് പറഞ്ഞത്? ദയാനന്ദ സരസ്വതി ജീനെ ഉസ് ദിൻ ജീവൻ ത്യാഗാ था और गुरु गोविंद सिंह भी उसी दिन जेल से मुक्त हुए थे. ദയാനന്ദ സരസ്വതി ആ ദിവസമാണ് ജീവൻ വെടിഞ്ഞത്. ജീവൻ വെടിഞ്ഞെന്ന് പറഞ്ഞാൽ മരിച്ചത്. അതുകൊണ്ട് ദീപാവലി ആഘോഷിക്കുന്നു ഒരു കൂട്ടം ചിലർ പറയുന്നു. അതുപോലെ ഗുരു ഗോവിന്ദ് സിംഹ് ആ ദിവസമാണ് ജയിൽ മോചിതനായത്. അതുകൊണ്ട് ദീപാവലി ആഘോഷിക്കുന്നു എന്ന് കുറച്ച് ചിലർ പറയുന്നു. ഇസിലിയെ ദീപാവലി കാ ദിൻ സ്വാമി ദയാനന്ദ് ജി കാ നിർവാൺ ദിവസ് ബി കഹലാത്തെ ഹെ. അതുകൊണ്ട് സ്വാമി ദയാനന്ദ്ജിയുടെ ആ നിർവാൺ ദിവസമായിട്ട് അത് കണക്കാക്കപ്പെടുന്നു. ഏത് ദിവസം? ദീപാവലി ദിവസം. ജോ ഭി ഹോ, ഏതെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ദീപാവലി സുന്ദർദ വ സ്വച്ഛത കാ ഏക് സുന്ദർ പർവ് ഹെ. ദീപാവലി സൗന്ദര്യത്തിന്റെയും പിന്നെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു മനോഹരമായ സുന്ദരമായ ഉത്സവം, ഫെസ്റ്റിവൽ ആണ്. ക്ലിയർ ആയോ ദീപാവലി എന്താണെന്ന്? ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ ദീപാവലിനെ കുറിച്ച്. ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്താണെന്ന് വായിച്ചിട്ട് കിട്ടുന്നുണ്ടോ നോക്കിയേ ഒന്ന്. എന്താണ് ദീപാവലി മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ. ജസ്റ്റസ് വായിക്ക്, ദീപാവലിയെ കുറിച്ച് ആ പാരഗ്രാഫ് വായിക്ക്. ജോയില് വായിച്ചോ? വായിക്ക്, ഫുള്ള് വായിച്ചൊന്ന്. ദീപാവലിയെ കുറിച്ച് ആ പാരഗ്രാഫ് ഫുള്ള് വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കിയേ. വായിക്കാൻ കിട്ടുന്നില്ല മക്കളെ നിങ്ങൾക്ക്?
ആതിര വായിക്കുന്നോ? ഉറക്കെ ഒന്ന് വായിച്ച ആതിരേ. दीपावली कार्तिक के महीने में अमावस्या की रात को दीपावली आती है। सारी रात घर घर में दीप जलाए जाते हैं। उस दिन गिल बताशे और मेवे मिठाइयों बढ़ती है। फुलझड़ियाँ, अनार और रॉकेट उड़ता है। पटाखे छोटे जाते हैं तथा लोग ढोल व ताशे और अन्य बाजे भी बजाते हैं। उस दिन लोग दीपावली की बधाई देने एक दूसरे के घर जाते हैं। आंगिर इतनी जगमग क्यों होती है? क्यों दीपावली पर्व आता है? इसलिए कि 14 वर्ष वन में बिताकर श्री राम अयोध्या आए थे। लोगों ने उनके स्वागत में घी के दिए जलाए थे। दयानंद सरस्वामी जी ने उस दिन जीवन त्यागा था और गुरु गोविंद सिंह भी उसी दिन जेल से मुक्त हुए थे। इसलिए दिवाली का दिन स्वामी दयानंद जी का निर्वाण दिवस भी कहलाता है। जो भी हो, दीपावली सुंदरता व स्वच्छता का एक सुंदर पर्व है। ഓക്കെ, ജസ്റ്റസ് ഒന്ന് ആ ലെസൺ വായിച്ച മോനെ. ദീപാവലി ലെസൺ കവിത ജസ്റ്റസ് പാടാലോ സർ? അതെ, ദീപാവലി ലെസൺ ഒന്ന് വായിച്ചേ, ഉറക്കെ വായിച്ചേ. कार्तिक मास अमावासी का प्यारी दिवाली आती है। दीप दीप से जगमग करती गली गली सज जाती है। बढ़ते मेवे घील बदाशे चलते हैं। पटाखे गिलती फुलझड़ियाँ अनार को बजाते टोल व ताशे होता है। लक्ष्मी का प्रजन घर घर खुशी मनाते हैं। दिवाली की
बधाइयां देने बधाइयां देने हम सब घर घर जाते हैं। क्यों होती है जगमग सारी। क्यों क्यों आती है ये दिवाली। दिवाली बच्चों तुमकी दिवाली की रात आज सुनाते हैं। जो 14 वर्ष बिताकर 14 वर्ष बिताकर वन में राम अयोध्या आए। जनता ने उनके स्वागत में भी घी के दीप जलाए. ഓക്കെ, ബാക്കി ശ്രീ വിഷ്ണു വായിക്കുമോ? ശ്രീ വിഷ്ണു, ഹെവൻ റെഡിയാണോ? ഹെവൻ റെഡിയാണോ? ബാക്കി വായിക്കുക. പേജ് നമ്പർ 25 വായിച്ചു നോക്കേ. കിട്ടാത്തന്റെ മിസ് പറഞ്ഞുതരും. വായിക്കേ. ഹെവൻ വായിച്ചു നോക്ക്. മിസ് എല്ലാവർക്കും ഇപ്പം നന്നായിട്ട് വായിക്കാൻ അറിഞ്ഞിരുന്നല്ലോ. എല്ലാവർക്കും ഞാൻ മിസ് ഹെൽപ്പ് ചെയ്യുന്നില്ലേ? പേജ് നമ്പർ 25 ജസ്റ്റസ് വായിച്ചതിന്റെ ബാക്കി. എന്തുകൊണ്ടാവുന്നില്ല നോക്ക് മിസ്. നോക്കട്ടെ എന്താണ് വായിക്കുന്നത് നോക്കാലോ. നിർത്തിയത് ഏതാണ്? ഇപ്പൊ പേജ് നമ്പർ 25 ആ കവിതയുടെ ബാക്കി ഭാഗമാണ് ഇനി ഹെവൻ വായിക്കേണ്ടത്. ദയാനന്ദ സ്വാമി ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് പറഞ്ഞുതരാം, മിസ് ഹെൽപ്പ് ചെയ്യും. വായിച്ചേ. മിസ് ആവൂന്ന് അറിയണ്ടേ? നോക്ക് മിസ് ഹെൽപ്പ് ചെയ്യും. വേഗം നോക്ക്. നീ നോക്കറോട്ടെ. നീ ടെക്സ്റ്റ് എടുത്തോ? പേജ് നമ്പർ എടുത്തോ? 25 എടുത്തോ? പേജ് വായിക്കേണ്ട ഭാഗം കണ്ടോ നീ? കണ്ടില്ലേ? പേജ് നമ്പർ 25 എടുത്തില്ലേ? നോക്കത് ഏതാ വായിക്കണ്ട നോക്കിയൊക്കെ. ദയാനന്ദ സ്വാമിനെ ഈസ് ദിൻ. വായിച്ചേ. മിസ് വായിച്ചുതരാം. വായിച്ചോ. ദയാനന്ദ സ്വാമിനെ ഈസ് ദിൻ परमधाम पाया इसलिए एक दिन उनका निर्वाण दिवस कहलाया. हुए इसी दिन मुक्त जेल से गुरु गोविंद बजाते हैं. നീ എവിടെ നോക്കുന്ന? ടെക്സ്റ്റിൽ കണ്ടോ മിസ് വായിക്കുന്ന പേജ് നമ്പർ പറഞ്ഞിട്ട് നോക്കിയോ? गुरु गोविंद बताते हैं. इसलिए सिख बंधु रात भर
इसलिए सिद्धबंध रातों पर दीपक कई जलाते हैं. दीपक कई जलाते हैं. ഈ ദീപക് കൈ ജലാത്തെ എന്നുള്ളതിൽ ഒരു വേർഡ് നിനക്ക് വായിക്കാൻ കിട്ടുന്നില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് ആവില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? सच तो यह है दीप पर्व तो सच तो यह है दीप पर्व तो बच दो इस दिन दीप पर तो सबके मन को भाता है. 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 अंधकार को दूर भगाकर दुष्टकार को दूर भगाकर घर आंगन उजलाता है. घर आंगन बिजदा है. उजलाता है. जलाता है. എന്താ വായിക്കാൻ കിട്ടത്തെ? എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ബുക്ക് വെച്ചിട്ടിരിക്കുക. എന്തുകൊണ്ട് വായിക്കാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞത്? ഒരു കാരണം ഉണ്ടാവില്ലേ വായിക്കാൻ അറിയില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? നീ ട്രൈ ചെയ്യാത്തോണ്ടാണ്. നീ വായിക്കുന്നില്ല, അതാണ് കാരണം. നിനക്ക് അക്ഷരങ്ങൾ അറിയില്ലേ? പിന്നെന്താ? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. ഇനി അങ്ങനെ ഉണ്ടാവരുത്. ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സിൽ എന്ത് ചെയ്യാ? കിട്ടാത്തത് കൃത്യമായിട്ട് നോക്കുക. ഇനി പേജ് നമ്പർ 26 ദീപാവലിനെ കുറിച്ച് ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? ദീപാവലി. ജീവ വായിക്കാൻ റെഡിയാണോ? ജീവ ജീവ വായിക്കാൻ പറ്റുമോ? വായിക്കുമോ? ജീവ, ശ്രീവിഷ്ണു. എല്ലാവരും സ്റ്റക്കായിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിലെ എക്സാം വേണ്ടേ? ഒരു പാഠം ഏത് ലെസനാണ് പഠിച്ചിട്ട് വരുന്നത്? പറഞ്ഞേ. 5ാമത്തെ ലെസൺ പഠിച്ചിട്ട് വരുമോ? സമയിക്ക ദേവത എന്നുള്ള ലെസൺ പഠിച്ചിട്ട് വരുമോ? വരുന്ന ക്ലാസ് ഉള്ളത്. ആ ദിവസം ഒരു പീരീഡ് എക്സാം വെക്കാം. ശനിയാഴ്ചക്ക് ഒരാഴ്ച സമയമുണ്ടല്ലോ. സമയിക്ക ദേവത എന്നുള്ള ലെസൺ, മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം പഠിച്ച് റെഡി ആവും. ആ ചോദ്യത്തിന് അതിൽ എന്തൊക്കെയാണോ പഠിച്ചിരുന്നത് അതൊക്കെ പഠിച്ചിട്ട് വരിക. എന്താണ്? കിസ്നെ കഹ കിസ്സെ കഹ ഉണ്ടാവോന്നോ? അത് വേണ്ട. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. Join words to their meanings above. Join the words to their joined words വേണ്ട. മിസ് പറഞ്ഞത് അങ്ങോട്ട് ഒന്ന് മാർക്ക് ചെയ്തോ. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അത് വിഭക്തി പ്രത്യയങ്ങൾ, പരസർഗങ്ങൾ ചേർത്തിട്ട് വരുന്നത് അതും നോക്കണേ. പരസർഗങ്ങൾ ചേർത്തിട്ട് 23 പേജ് നമ്പർ 23. അതുപോലെ ഓപ്പോസിറ്റ് വേർഡ്, വിലോമ ശബ്ദം. പിന്നെ വിശേഷണ ശബ്ദം വേണോ മിസ്സേ? മിസ് അങ്ങോട്ട് പറയുന്നത് മാർക്ക് ചെയ്തോ? വിശേഷണ ശബ്ദം ഞാൻ പറഞ്ഞില്ല. ഒന്നുകൂടി പറയാം, മാർക്ക് ചെയ്ത് വെച്ചോളൂ. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ,
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പാഠഭാഗത്തിലെ വാക്കുകളുണ്ട്, അതുപോലെ തന്നെ പരസർഗങ്ങൾ ചേർത്തിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. അതുപോലെ വിലോമ ശബ്ദ് അത്രയും പഠിക്കുക. വിശേഷ ശബ്ദവും അതുപോലെ കിസ്നെ കഹ കിസ്സെ കഹ അത് ഒഴിവാക്കി. റെഡി ആവുമോ? സജിത അടുത്ത ക്ലാസ്സിലേക്ക് റെഡി അല്ലേ? ഓക്കെ, നന്നായിട്ട് പഠിക്കണേ, നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഞാൻ മിസ് ഇന്നിട്ട് അതായത് 6ാമത്തെ ലെസണിന്റെ വർക്കുകൾ ടെക്സ്റ്റിൽ ചെയ്യാനുള്ള ടെക്സ്റ്റിൽ ചെയ്യുക. മിസ് ക്വസ്റ്റ്യൻ ആൻസർ ടെക്സ്റ്റിൽ എഴുതി തരുന്നത്, ക്വസ്റ്റ്യൻ ആൻസർ മിസ് ടെക്സ്റ്റിൽ എഴുതുന്നത് നിങ്ങളെ നോട്ടിലേക്ക് എഴുതാനാണ്. നിങ്ങൾ അത് വീണ്ടും എനിക്ക് ടെക്സ്റ്റിൽ എഴുതിയിട്ട് അയച്ചു തരാനല്ല മിസ് പറയുന്നത്. വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരിക. മിസ് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ എഴുതി അയച്ചു തരുന്നു മാത്രം. പറഞ്ഞത് മനസ്സിലായോ? വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ നോട്ടിൽ തന്നെ എഴുതുക. ക്വസ്റ്റ്യൻ ആൻസർ പകുതി പേരും ടെക്സ്റ്റ് തന്നെ മിസ് എഴുതിയതുപോലെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ്റെ അടുത്ത് തന്നെ എഴുതിയിട്ട് അയച്ചു തരുന്നുണ്ട്. അങ്ങനെ വേണ്ട, നോട്ടിൽ തന്നെ എഴുതണം. നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവരെല്ലാവരും അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് കാണിച്ചു തരണം. ഓക്കെ ആണോ? മിസ് ഞാൻ അയച്ചെന്നായിരുന്നു. ജോയല് അയച്ചു തന്നിട്ട് നല്ലതാണോ? കിട്ടിയോ? ഓക്കെ. വേറെ ആരെങ്കിലും അയച്ചിടാത്തവര്? ശ്രീവിഷ്ണു അയച്ചോ? ശ്രീവിഷ്ണു അയച്ചിട്ടുണ്ട്. ആതിരി അയച്ചിരുന്നു അല്ലേ? ഇനി കുറെ പേര് അയച്ചിടാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ, തെറ്റ് എഴുതി വെക്കരുത്. പിന്നെ വേറൊരു കാര്യം, മിസ് വർക്ക് തന്നത് അടുത്ത ദിവസം തന്നെ, ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ എഴുതി അയക്കാനാണ്. ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 8 മണി 9 മണി ആവാൻ നിൽക്കരുത്. ഇന്ന് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഹിന്ദി നോക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നിങ്ങൾ ശനിയാഴ്ചയാണ് ടൈം ടേബിൾ നോക്കുന്നത്. ഹിന്ദി കാണുമ്പോൾ വേഗം എഴുതി അയക്കുന്നത്. എന്താ അതിന്റെ ആവശ്യം? നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് കഴിഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഇനി സമയമില്ല എങ്കിൽ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച വരെ സമയമുണ്ട്. തിങ്കളാഴ്ച നിങ്ങൾക്ക് എഴുതി അയക്കാം. അതിൽ കൂടുതൽ സമയം എടുക്കരുത് നിങ്ങൾ, കേട്ടോ? അല്ലാതെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, മിസ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, എന്താ എഴുതുന്ന ഓർമ്മയുണ്ടാവില്ല. പറഞ്ഞ സമയത്ത് തന്നെ എഴുതി അയക്ക്, കേട്ടല്ലോ? പിന്നെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതിനെ കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. അറിയുന്നത് വായിക്കുക. അറിയാത്തവ വേണമെങ്കിൽ മിസ്സിനെ വിളിച്ച് വേണമെങ്കിൽ സംശയം ചോദിക്കുക, ഇല്ലെങ്കിൽ അടുത്തുള്ളവരോട് ചോദിക്കുക. അങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹിന്ദിയിൽ മാർക്ക് വാങ്ങാൻ കഴിയുമോ? എല്ലാവരും ട്രൈ ചെയ്യാം. വീട്ടിൽ നന്നായിട്ട് വായിക്കുക. കിട്ടാത്ത വാക്കുകൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെയാണ് വായിച്ചു പഠിക്കേണ്ടത്, കേട്ടല്ലോ? അതുപോലെ അടുത്ത ക്ലാസ്സിൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. എക്സാമിന് അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടൊന്നും നോക്കിയിട്ടൊന്നും എനിക്ക് എഴുതി തരണ്ട. പഠിച്ചിട്ട് തന്നെ എഴുതണം. എന്താണോ പഠിച്ചത് അത് മാത്രം എഴുതിയാലും മതി. ആരും ഹെൽപ്പ് ആവശ്യമില്ല, കേട്ടോ? ഹെൽപ്പിന് ആരെയും അടുത്തിരുത്തണ്ട. അതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് നോട്ടും അടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ഇവിടെ ചാരി വെച്ചിട്ട് അതിൽ നോക്കിയിട്ടൊന്നും എഴുതി തരണ്ട. കാരണം നിങ്ങൾ ആരൊക്കെ എങ്ങനെ എഴുതുന്നത് കൃത്യമായിട്ട് മിസ്സിന് മനസ്സിലാവും.
കേൾക്കുന്നുണ്ടോ ജോയില്? ജോയിലിന് തണുക്കുന്നുണ്ടോ? ജോയിൽ ഇങ്ങനെ ഇങ്ങനെ വിറച്ചിരിക്കുന്നത്? ജസ്റ്റസ് ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിലേക്ക് കേട്ടില്ലേ മിസ് പറഞ്ഞത്? നന്നായിട്ട് പഠിക്കാം. ഓക്കെ. ജോയില് വായിക്കുന്നു ആ കവിത? എന്തേ? കാരണം എന്താ? ബുദ്ധിമുട്ടുണ്ടെന്നാ? എന്താ നീ പറഞ്ഞത്? വായിക്കുന്നുണ്ടോ? ഓക്കെ, എന്നാ വായിച്ചേക്കുന്നു. ഉറക്കെ ഒന്ന് വായിച്ചേ. എനിക്ക് ശരിക്കൊന്നും വായിക്കാൻ അറിയില്ല. ആ ദീപാവലിനെ കുറിച്ച് പാരഗ്രാഫ് ഒന്ന് വായിച്ചു തന്നാൽ മതി ഉറക്കെ. ആർക്കൊക്കെ വായിക്കാൻ നന്നായിട്ട് വായിക്കാൻ അറിയാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. പേജ് നമ്പർ 26 ദീപാവലിയിലെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു തന്നേ. कार्तिक के महीने में अमावस्या की रात की दीपावली आती है. ടെക്സ്റ്റ് കാണാത്ത ഒരു 5 വർഷമായി. सारी रात घर घर में दीप जलाए जाते हैं. उस दिन झील बदाशे